വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസ് ഖാലിദ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LGSനും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് മുതലായ പരീക്ഷകളിൽ PSC മുൻപേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ മനസ്സിലാക്കി പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? അപ്പൊ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതെന്നുള്ള ചോദ്യം കേരള ബാങ്ക് റീസെന്റ് ആയിട്ട് നടത്തിയ ഓഫീസ് അറ്റൻഡ് പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പൊ അതിന്റെ ഓപ്ഷനിൽ നമുക്ക് ഉത്തരം മനസ്സിലാകും. ഏതാണ്? കാൽസ്യം ആണ് മാർബിൾ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ കാൽസ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോവാം. അപ്പൊ ആദ്യം പഠിക്കാനുള്ള ഫാക്ട് എന്ത് തന്നെയാണ്? മാർബിൾ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് വെച്ചത് കാൽസ്യമാണ്. ഇനി കാൽസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തങ്ങളിൽ ഒന്നാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പൊ കാൽസ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട സംയുക്തങ്ങളിൽ ഒന്നാണ് കാൽസ്യം കാർബണേറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഏതിലൊക്കെ അടങ്ങിയിരിക്കുന്നു? മുട്ടയുടെ തോട്, ചുണ്ണാമ്പ് കല്ല്, മുത്തുകൾ എന്നിവയിലെല്ലാം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കാൽസ്യം എന്ന് പറയുന്നത് ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ സംയുക്തത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കാൽസ്യം. കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംയുക്തം ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഏതിലെല്ലാം അടങ്ങിയിരിക്കുന്നു? പ്രധാനമായും മുട്ടയുടെ തോട്, ചുണ്ണാമ്പ് കല്ല്, മുത്തുകൾ എന്നിവയിലെല്ലാം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇനി മാർബിളിൽ അടങ്ങിയിരിക്കുന്നതും എന്ത് തന്നെയാണ്? കാൽസ്യമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കായാന്തര ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. അപ്പൊ മാർബിളിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം എന്ന ലോഹമാണ്. അതുപോലെ തന്നെ മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. കാൽസ്യം കാർബണേറ്റ് വകഭേദമായ കാൽസൈറ്റ് ആണ് ഇതിലെ പ്രധാന ഘടകം. അപ്പൊ നമ്മൾ പറഞ്ഞു കാൽസ്യത്തെ പ്രധാനപ്പെട്ട സംയുക്തങ്ങൾ ഒന്നാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു. ആ കാൽസ്യം കാർബണേറ്റ് വകഭേദമായ കാൽസൈറ്റ് ആണ് മാർബിളിലെ പ്രധാന ഘടകം എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. അപ്പൊ കാൽസ്യം എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്ത് തന്നെയാണ്? കാൽസ്യം ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ വിഭാഗത്തിലെ ഈ മൂലകത്തിന്റെ അറ്റോമിക് സംഖ്യ 20 ആണ്. അപ്പം ഈ മൂലകം എന്ന് പറയുന്നത്, ഈ കാൽസ്യം എന്ന് പറയുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഈ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, അറ്റോമിക് സംഖ്യ എന്ന് പറയുന്നത് 20 ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി മാംസപേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം കൂടിയേ തീരും. അപ്പോൾ മാംസപേശികൾ ശരിയായി പ്രവർത്തിക്കുന്നതിനും പല്ലുകളും എല്ലുകളുടെ ആരോഗ്യത്തിനും എന്ത് ആവശ്യകതയുണ്ട്? കാൽസ്യത്തിന്റെ ആവശ്യകത ഉണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒന്നും പഠിച്ചത് മാർബിൾ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചത് കാൽസ്യം ആണെന്ന് പറഞ്ഞു. ഇനി കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട സംയുക്തങ്ങളിൽ ഒന്നാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു. കാൽസ്യം കാർബണേറ്റ് ഏതിലൊക്കെ അടങ്ങി? പ്രധാനമായും മുട്ടയുടെ തോട്, ചുണ്ണാമ്പ് കല്ല്, മുത്തുകൾ എന്നിവയിലെല്ലാം കാൽസ്യം കാർബണേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത് മാർബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. ഈ കാൽസ്യം കാർബണേറ്റ് വകഭേദമായ കാൽസൈറ്റ് ആണ് മാർബിളിലെ പ്രധാന ഘടകമെന്ന് ഓർക്കുക. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. ഇനി കാൽസ്യം എന്ന് പറയുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ഈ കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് സംഖ്യ എന്ന് പറയുന്നത് 20 ആണ്. ഈ കാൽസ്യത്തിന്റെ പ്രാധാന്യം എന്താണ്? മാംസപേശികളുടെയും ശരിയായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം വളരെയധികം അത്യാവശ്യമാണെന്ന് ഓർത്തു വയ്ക്കും. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. അപ്പൊ സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ, ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആരാണ്? CP ഗോവിന്ദപിള്ളയാണ്. ഇതും റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു PYQ ആണ്. അപ്പൊ CP ഗോവിന്ദപിള്ളയാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ എന്ന് ഓർത്തു വയ്ക്കും. അപ്പൊ ആദ്യ പത്രാധിപർ, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ള. ഈ സ്വദേശാഭി പത്രത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. അപ്പൊ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി ആരംഭിച്ച പത്രമാണ്. അപ്പം രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി ആരംഭിച്ച പത്രമാണ് ഇത് സ്വദേശാഭിമാനി പത്രം. അത് ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ ഇത് 1905 ആരംഭിച്ചതെന്നും കൂടെ ഓർത്തു വയ്ക്കാം. തുടക്കത്തിൽ 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയായിരുന്നു. അപ്പൊ ഈ പത്രം ആദ്യം തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ പത്രത്തിന്റെ, അതായത് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയാണെന്ന്
ഓർത്തുവെക്കും. 1906 കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായത്. അപ്പൊ കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായത് 1906 നമ്മുടെ ഓർത്തുവെക്കും. 1907 പത്രവും പ്രസും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇനി സർക്കാർ വിരുദ്ധമായ വാർത്തകൾ വന്നതിനെ തുടർന്ന് അധികാരികൾ 1910 പത്രം കണ്ടുകെട്ടുകയും അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വദേശാഭിമാനി പത്രം എന്ന് പറയുന്ന അതിന്റെ ആദ്യത്തെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് CP ഗോവിന്ദപിള്ളയാണ്. ഇനി സ്വദേശാഭിമാനി പത്രം ആരാണ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ അത് ആരംഭിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1905 ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇത് 5 നിന്നാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് അതിന്റെ ആദ്യ പത്രാധിപർ ആരംഭിച്ച CP ഗോവിന്ദപിള്ളയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി 1906 പത്രാധിപരായിട്ട് ആര് വരുന്നത്? രാമകൃഷ്ണപിള്ള, കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായി വരുന്നത്. അങ്ങനെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. പിൽക്കാലത്ത് സർക്കാർ വിരുദ്ധപരമായ വാർത്തകൾ വന്നതിനെ തുടർന്ന് 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. അത്രയാണ് നമ്മൾ സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യം. അടുത്തത് സ്വത്തവകാശം. സ്വത്തവകാശം. അപ്പൊ അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞത്. അപ്പൊ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി 1978 44 ഭേദഗതി. അപ്പൊ നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളാണ് നേരത്തെ നിലനിന്നിരുന്നത്. അത് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ 44 ഭരണഘടനാ ഭേദഗതിന് 1978 ഓർത്തു വയ്ക്കുക. അടുത്തത്, നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദമായ 300A ഉൾപ്പെടുന്ന സ്വത്തവകാശം നിയമപരമായ അവകാശത്തിന് ഉദാഹരണമാണ്. അപ്പൊ അടുത്ത കാര്യം എന്താണ്? സ്വത്തവകാശം നിലവിൽ ഇപ്പോൾ ഒരു നിയമ അവകാശമാണെന്ന് മനസ്സിലാക്കാം. ഇത് എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദമായ 300A ഇപ്പൊ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്പൊ ഒരു നിയമപരമായ അവകാശത്തിന് ഉദാഹരണമാണെന്ന് കൂടി ഓർത്തു വയ്ക്കാം. വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയതിനാൽ 1976 42 ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ 42 ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്തിനാൽ കുറെ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ് 42 ഭരണഘടനാ ഭേദഗതി. അതുകൊണ്ട് 1976 42 ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഒരൊറ്റ തവണ മാത്രമേ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറു ഭരണഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇതിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിറ്റി, ഇന്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തുകയാണ്. അപ്പൊ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ ഭരണഘടനയിൽ ആമുഖത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തു? സോഷ്യലിസം, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുപോലെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ്? ഒന്ന് മനസ്സിലാക്കിയത് സ്വത്തവകാശത്തെ കുറിച്ചാണ്. അത് 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1978 ഈ 44 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി ആ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശത്തെ എന്താക്കി മാറ്റി? നിയമപരമായ അവകാശമാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ ഇപ്പോൾ അത് എവിടെ ഏത് അനുച്ഛേദത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? നിയമപരമായ അവകാശമായത് ഇത് 300A അനുച്ഛേദം 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 1976 42 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തെന്നാൽ അവിടെ ആ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം ധാരാളം മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തി. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ ആമുഖം ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയിലൂടെ ഭരണഘടന ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ
ഉൾപ്പെടുത്തിയിരിക്കുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് കൂടി ഓർത്തു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഉത്തരം സി ആണ്. 1, 2, 3 ശരി. അപ്പൊ 1, 2, 3 ഏതൊക്കെയാണ്? 1, 2, 3 ശരി. അതായത് 1 ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇത് 3 ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ വരുന്നത്. അപ്പം ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. അപ്പം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് വിളിക്കുന്നത്. 2, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത്. അപ്പൊ എങ്ങനെയുള്ള ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത്? ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത്. ഇനി വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടൊപ്പം കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ എന്നിവയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? ചേരിചേരാ നയം എന്ന് പറയുന്ന വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ്. സമാധാനപരമായ സഹവർത്തിത്വമാണ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം. ഇത് 3 ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് വിദേശ നയ തത്വങ്ങളും കൂടെ, വിദേശ നയത്തിന്റെ തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുമ്പ് ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യൻ വിദേശ നയ മുഖ്യ ശില്പി എന്നറിയപ്പെട്ടത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി എന്തിനാണ് വിദേശ നയം അദ്ദേഹം രൂപീകരിച്ചത്, അല്ലെങ്കിൽ വിദേശ നയം രൂപീകരിക്കാൻ അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിന് അദ്ദേഹം രൂപം നൽകിയത്. ഇനി ഈ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെട്ടതാണ് സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് എന്ന് പറയുന്നത്. അടുത്ത വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, അതുപോലെ പിന്നെ ചേരിചേരായ്മ. ഇതാണ് പ്രധാനപ്പെട്ട തത്വങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിദേശ നയ പ്രധാന തത്വങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യം, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണെന്ന് തിരിച്ചറിയുക. അപ്പൊ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ്? നമ്മൾ പറഞ്ഞു എല്ലുകളുടെയും അതുപോലെ തന്നെ പല്ലുകളുടെയും ബലത്തിനൊക്കെ നമുക്ക് കാൽഷ്യം ആവശ്യമാണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു വൈറ്റമിനും അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഏത് വൈറ്റമിൻ ആണ്? ഏതാണ്? ചോദ്യം എന്താണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിത വിറ്റാമിൻ ഏതാണ്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷനില് വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിത വൈറ്റമിൻ. ഇനി അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അത് എന്താണ്? കണയാണെന്നും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് നോക്കാം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് നിശാന്തത. ഇതിന് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. അപ്പൊ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് നിശാന്തത എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അതെന്താണ് നിശാന്തത? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് നിശാന്തത എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഇതിന് വിറ്റാമിൻ എയുടെ കുറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിശാന്തത എന്ന രോഗാവസ്ഥ ഉണ്ടാകും. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന വായ്പുണ്ണിന് കാരണം വിറ്റാമിൻ ബിയുടെ കുറവാണ്. വിറ്റാമിൻ ബി കുറവുണ്ടായാൽ വായ്പുണ്ണുണ്ടാകുന്നു. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന വായ്പുണ്ണിന് കാരണം വിറ്റാമിൻ ബിയുടെ കുറവാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ സിയുടെ കുറവാണ്. അതുപോലെ വിറ്റാമിൻ സിയുടെ കുറവാണ് മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിന് കാരണം. ഇനി അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണരോഗത്തിന് കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അപ്പൊ വൈറ്റമിൻ B1 അഥവാ തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബെറി. അപ്പൊ വിറ്റാമിൻ ജീവകങ്ങളും അവന്റെ അപര്യാപ്ത രോഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്കൊണ്ട് ജീവകങ്ങളെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥ എന്താണ്? നിശാന്തത. അതിൽ കാരണമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എയുടെ കുറവാണ് അതിന് കാരണം.
അടുത്ത് വായിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന വായ്പുണ്ണ് വൈറ്റമിൻ ബിയുടെ കുറവുണ്ടാകുന്ന അസുഖമാണ്. ഇനി മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിന് കാരണം വൈറ്റമിൻ സിയുടെ കുറവാണെന്ന് ഓർത്തു വയ്ക്കാം. നമ്മൾ ചോദ്യം എന്തായിരുന്നു? അസ്ഥികളുടെ വളരെ അസ്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ആണ്. അതിന്റെ കുറവെന്ന് പറയുന്നത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന ഒരു രോഗമാണ്, അത് കണ എന്നാണെന്ന് മനസ്സിലാക്കുക. ഇനി വൈറ്റമിൻ B1, അത് തയാമിൻ എന്ന വൈറ്റമിൻ B1 അറിയപ്പെടുന്ന അതിന്റെ കുറവുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബെറിബെറി എന്നും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? അപ്പൊ നമുക്കറിയാം താഴെ പറയുന്നവരിൽ തന്നെ ഏതൊക്കെയാണ്? ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രാഥമിക മേഖല, ഇവയൊന്നുമല്ല. ഏതാണ്? പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. അപ്പൊ നമുക്ക് പ്രാഥമിക മേഖല ഏതാണ്, ദ്വിതീയ മേഖല ഏതാണെന്ന് മനസ്സിലാക്കി വെക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അപ്പൊ ഇവിടെ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയപ്പെടുന്നത്. കാർഷിക മേഖലയെന്നും ഇത് അറിയപ്പെടുന്നു. ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം നടക്കുന്ന സാമ്പത്തിക മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല. വ്യവസായ മേഖലയിൽ പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് ഏത്? ദ്വിതീയ മേഖല. അതായത് വ്യവസായ മേഖല എന്നുകൂടെ ഓർത്തു വയ്ക്കാം. പ്രാഥമിക ദ്വിതീയ മേഖല ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമാണ് മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. പ്രാഥമികവും ദ്വിതീയവും മേഖലയുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിതരണം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല. ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതാണെന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയിൽ എങ്ങനെയാണ് ആ മേഖല എന്ന് പറയുന്നത്? അവിടെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയാണ് സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നത്. ആ മേഖലയെ പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നു. അതിനെ കാർഷിക മേഖല എന്നും പറയപ്പെടുന്നു. ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവാക്കി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ആ ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയാണെന്ന് കൂടെ ഓർത്തു വയ്ക്കും. ഈ പ്രാഥമികവും ദ്വിതീയ മേഖല ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെച്ച് വിതരണം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയും കൂടെ ഓർത്തു വയ്ക്കും. അതുപോലെ തന്നെ പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ കാർഷിക മേഖല എന്ന് പ്രാഥമിക മേഖല അറിയപ്പെടുന്നു. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് കൃഷി, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇനി ദ്വിതീയ മേഖല ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനം നമുക്ക് വ്യവസായ മേഖല എന്നറിയപ്പെടുന്ന വ്യവസായം വരുന്നുണ്ട് അല്ലെ. പിന്നെ വൈദ്യുതി ഉൽപാദനം വരുന്നുണ്ട്, അതുപോലെ കെട്ടിട നിർമ്മാണം, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. വ്യവസായ ഉൽപ്പന്നം, വൈദ്യുതി ഉൽപ്പന്നം, വ്യവസായം, വൈദ്യുതി ഉൽപാദനം, അതുപോലെ കെട്ടിട നിർമ്മാണമെല്ലാം ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇനി തൃതീയ മേഖലയിലെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ സേവന മേഖല എന്നറിയപ്പെടുന്ന വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഇതിൽ വരുന്നു തൃതീയ മേഖല സേവന മേഖലയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. അപ്പം തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലും, അതുപോലെ തന്നെ സേവനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന ഏതാണ്? തൃതീയ മേഖലയാണ്. ദ്വിതീയ മേഖല രണ്ടാമതും പ്രാഥമിക മേഖല മൂന്നാമതുമാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നടത്തുന്നത് തൃതീയ മേഖലയാണ്. രണ്ടാം സ്ഥാനം ദ്വിതീയ മേഖലയ്ക്ക്, മൂന്നാം സ്ഥാനമാണ് പ്രാഥമിക മേഖലയ്ക്ക് എന്ന് ഓർത്തു വയ്ക്കും. ഈ താഴെ പറയുന്നതിൽ നീതി ആയോഗിനെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. താഴെ പറഞ്ഞ നീതി ആയോഗിനെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന D ആണ്. അപ്പൊ ബാക്കി 3 ഓപ്ഷൻ എന്താണ്? ശരിയാണ്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് തിങ്ക് ടാങ്ക് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ എന്താണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. 2, ഇന്ത്യ ഗവൺമെന്റ് പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് തിങ്ക് ടാങ്ക്, അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നു. ഇനി അതുപോലെ നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കും. അപ്പൊ എന്താണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഇനി ഭരണഘടനാപരമല്ലാത്തതും നിയമപരമല്ലാത്തതുമായ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയുടെ സ്വഭാവത്തിലുള്ള സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ്?
ഭരണഘടനാപരമല്ലാത്തതാണ് നീതി ആയോഗ്, നിയമപരമല്ലാത്തതുമായ നീതി ആയോഗ്. അപ്പൊ ഭരണഘടനാപരവുമല്ല നിയമപരവുമല്ലാത്ത ഒരു സ്ഥാപനമാണ് നീതി ആയോഗ്. പിന്നെ അതെന്താണ്? അതൊരു ഉപദേശക സമിതിയുടെ സ്വഭാവത്തിലുള്ള സ്ഥാപനമാണ്. അപ്പം നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബട്ട് അഡ്വൈസറി ബോഡി, അതാണ് നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമല്ല നിയമപരമല്ല, എന്നാൽ അതൊരു ഉപദേശക സമിതിയുടെ സ്വഭാവത്തിലുള്ള ഒരു സ്ഥാപനമാണ്, മനസ്സിലാക്കി വെക്കും. ഭരണഘടനയിൽ പരാമർശം ഇല്ലാത്തതിനാലാണ് ഇതൊരു ഭരണഘടനാപരമായ സ്ഥാപനമല്ല എന്ന് പറയുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമം വഴി രൂപം കൊള്ളാത്തതിനാലാണ് ഇത് നിയമപരമായ സ്ഥാപനമല്ലെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനയിൽ പരാമർശിക്കാത്തതുകൊണ്ട് ഇത് ഭരണഘടനാപരമായ സ്ഥാപനമല്ല. അതുപോലെ ഒരു പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലമല്ല രൂപീകരിക്കപ്പെട്ടത്, അതുകൊണ്ട് ഇതൊരു നിയമപരമായ സ്ഥാപനവും അല്ല. എന്നാൽ ഇതെന്താണ്? ഒരു ഉപദേശ സമിതിയുടെ സ്വഭാവത്തിലുള്ള ഒരു സ്ഥാപനമാണെന്ന് ഓർത്തുവയ്ക്കും. കേന്ദ്രമന്ത്രിസഭ 2015 ജനുവരി 1-നാണ് നീതി ആയോഗിന് രൂപം നൽകിയത്. അപ്പൊ നീതി ആയോഗിന് കേന്ദ്രമന്ത്രിസഭ 2015 ജനുവരി 1-നാണ് രൂപം നൽകിയത്. അത്രയാണ് നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അടുത്തത്, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് 1 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്